പാലത്തായി പീഡനക്കേസിൻ്റെ വിധി വന്നിരിക്കുന്നു. 2022 നടന്ന ഈ പോക്സോ കേസിൻ്റെ അന്വേഷണം അതിൻ്റെ തുടക്കത്തിലെ വളരെ മന്ദഗതിയിലായിരുന്നു. സാധാരണഗതിയിൽ പോക്സോ കേസ് വരുന്നതോടുകൂടി തന്നെ പെട്ടെന്ന് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത് കേരളത്തിൽ പതിവുള്ള കാര്യമാണ്. എന്നാൽ ഈ കേസിൽ ഇത്തരം വേഗതകളൊന്നും ഉണ്ടായില്ല. അവസാനം ഈ കുട്ടിയുടെ മാതാവ് പരാതി കൊടുത്തതിൻ്റെ ശേഷവും 1 മാസം കഴിഞ്ഞാണ് അന്വേഷണത്തിന് പോലീസ് തയ്യാറായത്. എന്നാൽ ഈ കേസ് നടക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കുറച്ചുകൂടി തെളിയിച്ചു പറഞ്ഞാൽ KK ശൈലജ ടീച്ചർ വിജയിച്ച മണ്ഡലത്തിലാണ്. ഈ വിഷയത്തിൽ ഭരണകൂടത്തിൻ്റെ യാതൊരു താല്പര്യവും ഉണ്ടായില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി ഗവൺമെൻറ് വന്നതോടുകൂടി ആഭ്യന്തര വകുപ്പ് ഏറെക്കുറെ BJPക്ക് പാട്ടത്തിന് കൊടുത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പ്രതി എന്ന് അന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ആൾ ഒരു BJP പ്രവർത്തകൻ ആയതുകൊണ്ടാവാം കേസ് വളരെ സാവധാനം മുന്നോട്ട് പോയി. കേസിൽ നിന്ന് അധ്യാപകനെ രക്ഷിക്കുവാനും ഈ കുട്ടി ഒരു കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ വ്യാജം പറയുന്നവളാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസിൻ്റെ ശ്രമം. ആ വഴിക്ക് പല ശ്രമവും പോലീസ് നടത്തിയ കൂട്ടത്തിൽ ഇത് ഉസ്താദാണ് പീഡിപ്പിച്ചത്, മദ്രസയിൽ വെച്ചാണ് പീഡിപ്പിച്ചത് എന്നിങ്ങനെയുള്ള പല ഡയലോഗുകളും ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുവാൻ പോലീസ് ആവും വിധം ശ്രമിച്ചിരുന്നു. കുട്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണെന്നിവരെയുള്ള ആരോപണം ഈ കുട്ടിയുടെ പേരിൽ അന്ന് പുറത്തു വരികയുണ്ടായി. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തൃപ്തിക്കുറവിനെതിരിൽ അന്ന് SDPIക്കാരും മുസ്ലിം ലീഗുകാരുമൊക്കെ തെരുവിൽ സമരവുമായി ഇറങ്ങിയിരുന്നു. പതിവ് പോലെ ഈ സമരങ്ങളൊക്കെ വർഗീയവാദികളുടെ സമരത്തിൻ്റെ പട്ടികയിലേക്കാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എഴുതിച്ചേർത്തത്. പിന്നീട് ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ച് പരമാവധി ഒതുക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ പിന്നീട് ഒരു ഭംഗിക്ക് വേണ്ടി ഇത് ക്രൈംബ്രാഞ്ചിനെയും ഏൽപ്പിച്ചിരുന്നു. IG ശ്രീജിത്ത് ആയിരുന്നു ആ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ശ്രീജിത്തും ഈ കാര്യത്തിൽ കുട്ടിക്കെതിരായി പല തെളിവുകളും ചമക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. പിന്നീട് കേസിൻ്റെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാക്കി അഡ്വക്കേറ്റുമാരും സാമൂഹ്യ സംഘടനകളും കോടതിയിൽ പോയി കേസ് കൊടുത്തതിന് ശേഷമാണ് ഈ കേസ് അന്വേഷണത്തിന് ഗവൺമെൻറ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. അദ്ദേഹം അല്പം സത്യസന്ധതയുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ് ഈ കേസ് ഇന്ന് ഇവിടെ എത്തിയത്. നേരത്തെ അന്വേഷിച്ചതിലൂടെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും പിന്തുടർന്നിരുന്നുവെങ്കിൽ ഇത് തെളിയുമായിരുന്നില്ല. പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശം വന്നപ്പോൾ ഒരു നല്ല അന്വേഷണം ഈ കേസിനുണ്ടായി എന്നത് ശരിയാണ്. ഇപ്പോൾ കേസിൻ്റെ വിധി വന്നിരിക്കുന്നു. അത് പലർക്കും ഇവിടെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, നേരത്തെ അവിടെ ഒരു വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ പറഞ്ഞത് ആ കേസ് എന്തായെന്ന് ഞങ്ങൾക്കറിയില്ല, അറസ്റ്റ് നടന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കം ഈ കേസിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെയൊക്കെ ഈ കേസ് ഒതുക്കുവാൻ ശ്രമിച്ചതിന് ശേഷം ഈ കേസിനിപ്പോൾ വിധി വന്നതിന് ശേഷം KK ശൈലജ പറയുന്നത് ഈ കേസ് ഈ പെൺകുട്ടിക്കെതിരായി തീരുവാൻ തെളിയാതിരിക്കുവാൻ വേണ്ടി SDPIക്കാരും മുസ്ലിം ലീഗുകാരും തെരുവിലിറങ്ങി കുറേ സമരം നടത്തിയിരുന്നു.
അതിനെയെല്ലാം അതിജീവിച്ചാണ് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചത് എന്നാണ്. വാസ്തവത്തിൽ ഈ കേസ് സംബന്ധമായ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ചാനലുകളിൽ വന്ന ഇത്ര നഗ്നമായ നുണ പറയുവാൻ ഈ കെ ശൈലജയെ പ്രേരിപ്പിക്കുന്നത് ഇതിൻ്റെ കാരണം അവരും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള വ്യക്തിയാണ് എന്നതാവാം. അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അവരാകട്ടെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരിൽ ഒരു സിനിമാ നടി ഒരാരോപണം പറഞ്ഞു. ആരോപണത്തിൽ പറഞ്ഞത് എന്നെ ഗോവയിലേക്ക് ക്ഷണിച്ചു എന്നാണ്. ക്ഷണം അവർ സ്വീകരിച്ചില്ല, അവർ പോയിട്ടുമില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല എന്നും അബദ്ധത്തിലാണെങ്കിലും അവരെ പറയാൻ ചട്ടം കെട്ടിയതാണെങ്കിലും അതിനിടയിൽ ഒരു സത്യാവസ്ഥ ഈ സിനിമാ നടി പറഞ്ഞിരുന്നു. എന്നിട്ടും ഈ സ്ത്രീയെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPMൻ്റെ വനിതാ നേതാക്കൾ പരമാവധി സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയും കെ ശൈലജയും PK ശ്രീമതി അടക്കമുള്ള നേതാക്കന്മാരെല്ലാം പോയി അവരെ ഒരു പൊതുയോഗത്തിൽ കൊണ്ടുവന്ന് ഈ വനിതാ ശാസ്ത്രീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. അവർക്കങ്ങനെയാണ്. നേരത്തെ സരിതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം കേരളത്തിൽ തെരുവുകളിൽ, പേജുകളിൽ, താളുകളിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും പിന്തുണയും നമ്മളെല്ലാം കണ്ടതാണ്. അവർക്ക് ഇത്തരം ഭരണപരമായ നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ വെറി പിടിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് വീണ് കിട്ടുന്നതാണ് ഇത്തരം സ്ത്രീപീഡന കേസുകൾ. ആരും പീഡിപ്പിച്ചതൊന്നുമല്ല, എങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക, പിന്നീട് അതിൻ്റെ പിന്നാലെ കൂടുക, അതൊരു വാർത്തയാക്കി മാറ്റുക എന്നതിൽ ഒരു പ്രത്യേക മിടുക്കും കഴിവും CPM നേരത്തെയും പുലർത്തി പോന്നിട്ടുള്ളതാണ്. ഈ കേസിൽ യതീമായ ഈ ആരും സംരക്ഷണമില്ലാത്ത ഈ കുടുംബത്തെ ആ കേസിൽ നിന്ന് ഒഴിവായി കിട്ടുവാൻ, ആ കുട്ടിയുടെ പേരിൽ നിന്ന് കേസ് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് SDPIയും മുസ്ലിം ലീഗും പരിശ്രമിച്ചത് എന്നൊക്കെ വിളിച്ചു പറയുന്ന ശൈലജ ടീച്ചറുടെ തൊലിക്കെട്ടി നമുക്ക് അളന്നെടുക്കാൻ സാധിക്കുകയില്ല. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.